നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലവർഷം 1200 മേടമാസം 20 അതായത് ശകവർഷപ്രകാരം 1947 വൈശാഖ മാസം 13 ശുക്ലപക്ഷ ഷഷ്ടി തിഥിയും പുണർദം നക്ഷത്രവും വരുന്ന ശനിയാഴ്ച 3/5/2025 ഉത്തരായനകാലം വസന്ത ഋതുവിൽ ശനിയാഴ്ച ദിവസം രാവിലെ 5:51 AM സൂര്യോദയവും 6:21 PM സൂര്യാസ്തമനവും 8:58 AM മുതൽ 10:32 AM വരെ രാഹുകാലവും 5:50 AM മുതൽ 7:24 AM വരെ ഗുളികകാലവും യമകണ്ഠകാലം 1:39 PM മുതൽ 3:13 PM വരെയും അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 11:41 AM മുതൽ 12:03 PM വരെയും 12:07 PM മുതൽ 12:29 PM വരെയും തുടരുന്നു. ചന്ദ്രാഷ്ടമാകട്ടെ വൃശ്ചിക രാശിക്കാർക്ക്. ഇനി ഗ്രഹനിലയാണെങ്കിൽ സൂര്യൻ മേടത്തിൽ, ചന്ദ്രൻ മിഥുനത്തിൽ, കർക്കിടകത്തിൽ ചൊവ്വ, ഇടവത്തില് ഗുരു, മിഥുനത്തിൽ ബുധൻ, ശുക്രൻ, മന്ദൻ, സർപ്പി, കന്നിയിൽ കേതു. പിന്നെ ഗുളികോദയമാകട്ടെ ഇടവൻ രാശിയില്, അതുപോലെ തന്നെ ലഗ്നവും മേടം തന്നെ. ഇങ്ങനെയുള്ള ഈ ദിവസത്തെ 27 നക്ഷത്രക്കാരുടെയും ഗുണഫലങ്ങൾ എന്തൊക്കെയാണ്, 12 രാശിക്കാർക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുന്നത്. ശനിയാഴ്ച ആയതുകൊണ്ട് കറുപ്പോ നീലയോ വസ്ത്രം ധരിക്കുന്നത് നല്ലതാണ്. കർത്തവാവ് കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഉപാസനാമൂർത്തികൾക്ക് ഉപാസനയൊക്കെ, അതായത് ചാത്തൻ സ്വാമിമാർക്കൊക്കെ നിവേദ്യം, മുത്തപ്പൻ, ഭൈരവസ്വാമിക്കൊക്കെ നിവേദ്യം കൊടുക്കാൻ പറ്റിയ ദിവസമാണ്. അപ്പം നിവേദ്യം കൊടുക്കാം. ഉപാസനയുള്ളവർക്ക് ഉപാസനയുടെ അനുസരിച്ച് പ്രാർത്ഥനകൾ ചെയ്യാൻ പറ്റിയ ദിവസമാണ്. ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിന് പറ്റിയ ദിവസമാണ്. അപ്പോൾ എല്ലാവരും അവരവരുടെ കുടുംബ പരദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് കറുപ്പോ കരിനീലയോ വസ്ത്രം ധരിച്ചുകൊണ്ട് ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത്, ആഞ്ജനേയ സ്വാമി, ഹനുമാൻ സ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നത്, അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം കത്തിക്കുന്നതൊക്കെ വളരെ ഗുണഫലങ്ങൾ നൽകും. ഇനി നക്ഷത്രം വരുന്നത് നമ്മൾക്ക് പുണർദം നക്ഷത്രം കർക്കിടകക്കൂറിലേക്കാണ് വരുന്നത്. ഇടവൻ രാശിയിൽ നിന്നും കർക്കിടക കൂറിലേക്കാണ് വരുന്നത്. കർക്കിടകൻ രാശിയിലേക്ക് ചന്ദ്രൻ വരുന്നു. ചന്ദ്രനും ചൊവ്വയും കൂടി കർക്കിടകൻ രാശിയിൽ വരുവാണ്. ഷഷ്ടി തിഥി കുറച്ച് നേരത്തേക്ക് മാത്രമാണ്. വൈകുന്നേരം ആകുമ്പോഴേക്കും ഷഷ്ടി കഴിഞ്ഞു പോകും. പിന്നെ നമുക്ക് സപ്തമി തുടങ്ങും. അതുപോലെ വെള്ളിയാഴ്ച ദിവസവും ഷഷ്ടി പിന്നെ ഉണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഷഷ്ടി തുടങ്ങും. അപ്പോൾ വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നവർ വ്യാഴാഴ്ച രാത്രി വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. കാരണം വെള്ളിയാഴ്ച ദിവസം വരാഹി ദേവിയെ പ്രാർത്ഥിക്കാൻ പഞ്ചമി പൂജ രാത്രി ചെയ്യാൻ സാധിക്കില്ല. കാരണം ഷഷ്ടി ഉച്ചയ്ക്ക് ഒരു 4 മണിയാകുമ്പോഴത്തേക്കൊക്കെ തുടങ്ങും. അതുകൊണ്ട് ഈ തിഥികയ്ക്ക് മാറ്റങ്ങൾ വരുമെങ്കിലും വെള്ളിയാഴ്ച വരാഹി ദേവിയെ പൂജിക്കാൻ നല്ലതാണ്. പഞ്ചമി തിഥിയൊന്നുമല്ലെങ്കിലും വെള്ളിയും ശനിയും ഒക്കെ വരാഹി ദേവിയെ പൂജിക്കാൻ പറ്റിയ ദിവസമാണ്. ഷഷ്ടി ദിവസമായതുകൊണ്ട് ശനിയാഴ്ച സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സു തുറന്ന് പ്രാർത്ഥിക്കുന്നത്, സന്താന സൗഭാഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നത്, സന്തതികളുടെ സൽഗതിക്കായി സുബ്രഹ്മണ്യ പ്രാർത്ഥിക്കുന്നത്, കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിനായി സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, മക്കളുടെ വിവാഹമാകാത്തവർ മുരുകനെ ഷഷ്ടിവ്രതം എടുത്ത് മുരുകനെ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ ഷഷ്ടിനാളിൽ വ്രതമെടുത്ത് കുടുംബമില്ലാത്തവർ കുടുംബം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഉപാസനാ ബലം കൂട്ടാനൊക്കെ ആയിട്ട് ഷഷ്ടിനാൾ പ്രാർത്ഥന ചെയ്യുമ്പോൾ എല്ലാ സൗഭാഗ്യവും വന്നു ചേരും. അപ്പോൾ തീർച്ചയായിട്ടും ശനിയാഴ്ചയും ഷഷ്ടിയും വരുന്ന ദിവസവും ഉപാസനയിലൂടെ ഷഷ്ടിവ്രതത്തിലൂടെ എല്ലാ സൗഭാഗ്യങ്ങളും നേടുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. ഷഷ്ടി ദിന ആശംസകൾ.
മേടം രാശി. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ഗുണഫലങ്ങളാണ് അനുഭവത്തിൽ വരുന്നത്? ബൃഹത് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിൻ്റെ സംഘാംഗങ്ങളിൽ ഉൾപ്പെടുത്തും. അതായത് വലിയ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നതിലെ ഗ്രൂപ്പിലെ ഒരംഗമായി തീരാനുള്ള ഭാഗ്യം വന്നു ചേരുന്നതാണ്. പാർശ്വഫലങ്ങളുള്ള ഔഷധങ്ങൾ ഒഴിവാക്കി പ്രകൃതിദത്തമായ ജീവിത രീതിയൊക്കെ അവലംബിക്കും. സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത മരുന്നുകളെ ആശ്രയിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകും. യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാത്തതിനാൽ ബന്ധുക്കളും സ്വന്തക്കാരുമൊക്കെ അഭിപ്രായ വ്യത്യാസത്തോടുകൂടി തന്നെ പെരുമാറിയെന്നിരിക്കും. വർഷങ്ങൾക്ക് ശേഷം പൂർവ്വ വിദ്യാർത്ഥിയെ കണ്ടുമുട്ടി അല്ലെങ്കിൽ പൂർവ്വ സഹപാഠിയെ കണ്ടെത്തിക്കൊണ്ട് ഗതകാല സ്മരണകളൊക്കെ പങ്കുവയ്ക്കാനും ആ സുവർണ നിമിഷങ്ങളെക്കുറിച്ച് ഓർക്കുവാനുമൊക്കെ അവസരമുണ്ടാകും. ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിലേക്ക് പ്രവേശനം ലഭിക്കും. സമൂഹത്തിൽ ഉന്നതന്മാരുമായി സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടുന്നത് വഴി പുതിയ കർമ്മ പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ സാധിക്കും. ആദരണീയരുടെ കൂട്ടത്തിൽ തനിക്കും സ്ഥാനം ലഭിക്കുന്നു എന്നറിയുമ്പോൾ വലിയ സന്തോഷവും സമാധാനവും ഉണ്ടാകും. സമചിത്തതയോടുകൂടിയ പ്രവർത്തന ശൈലി ലക്ഷ്യപ്രാപ്തി കൈവരിക്കുവാൻ ഉപകരിക്കും. സങ്കല്പത്തിനനുസരിച്ച് ഉയരുവാൻ സാധിക്കുന്നു എന്നുള്ളതൊരു വലിയ മാറ്റം തന്നെയാണ്. അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശങ്ങൾ ഭൂമി ക്രയവിക്രയങ്ങളിൽ സ്വീകരിക്കും. പരസ്പര വിശ്വാസം നഷ്ടപ്പെടുന്നതിനാൽ കൂട്ടുകച്ചവടത്തിൽ നിന്നും പതുക്കെ പിന്മാറും. സഹപ്രവർത്തകരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. ഉദ്ദേശിച്ച വിഷയത്തിൽ തുടർന്ന് പഠിക്കുവാൻ സാധിക്കും. പഠിച്ച വിഷയത്തോടനുബന്ധമായ ഉദ്യോഗം ലഭിക്കും. വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായ പ്രവർത്തനങ്ങളും ആശയങ്ങളും പ്രാബല്യത്തിലും ഫലത്തിലും വന്നു ചേരും. പൊതുവേ പറഞ്ഞാൽ ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ ഷഷ്ടിനാൾ ഏറ്റവും അനുകൂലമായ ഒരു ദിവസമായി തീരുന്നതാണ്. സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുക. മുരുക മുരുക എന്നുള്ള മന്ത്രം ഒരു 108 പ്രാവശ്യം കൂടി ജപിക്കുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും അനുകൂലത്തിൽ വന്നു ചേരുന്നതാണ്. ഇടവൻ രാശി. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പഠിച്ച വിഷയത്തോടനുബന്ധമായ ഉദ്യോഗം ലഭിക്കുന്നതിന് യോഗം കാണുന്നു. വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായ പ്രവർത്തനങ്ങളും ആശയങ്ങളും പ്രാബല്യത്തിലും ഫലത്തിലും വന്നു ചേരും. ഏറ്റെടുക്കുന്ന കരാറ് ജോലികൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും. കർമ്മമേഖലകളിൽ ക്രമാനുഗതമായ വളർച്ചയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. വാക്കും പ്രവൃത്തിയും ഒരേപോലെയാകാൻ വളരെയധികം ശ്രദ്ധിക്കും. ജനസ്വാധീനം വർദ്ധിക്കും. അവസ്മരണീയ മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുവാൻ അവസരം വന്നു ചേരും. മഹത് വ്യക്തികളുടെ വാക്കുകൾ പലപ്പോഴും ജീവിതത്തിൽ വിഷമഘട്ടങ്ങൾ അതിജീവിക്കാനുള്ള പിൻബലം ഉണ്ടാക്കിത്തരും. അവസരോചിതമായ ഇടപെടലുകളാൽ പലപ്പോഴും അബദ്ധങ്ങൾ ഒഴിവായി അന്തിമ നിമിഷത്തിൽ കാര്യസാധ്യം കൈവരും. സത്യസന്ധവും നീതിയുക്തമായ സമീപനം അവലംബിക്കുന്നതിൽ സർവകാര്യ വിജയം നേടും. ഗവേഷകർക്കും ശാസ്ത്രജ്ഞന്മാർക്കും അനുകൂല സാഹചര്യം വന്നു ചേരും. ആത്മവിശ്വാസവും കാര്യനിർവഹണ ശേഷിയും ഉത്സാഹവും വിദ്വേഷവും വർദ്ധിക്കും. വിദൂര പഠനത്തിനുള്ള അവസരം ലഭിക്കും. വിദ്യാഭ്യാസത്തിലുപരി നേടിയ വിജ്ഞാനം പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ പ്രയോജനപ്പെടുത്തും. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാൻ വ്യവസായം നവീകരിക്കും. പരമപ്രധാനമായ കാര്യങ്ങൾക്ക് അന്തിമ തീരുമാനം ഉണ്ടാകും. അപ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വരുന്നതിന് രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സുബ്രഹ്മണ്യ സ്വാമിയെ കൂടി പ്രാർത്ഥിച്ച് ഷഷ്ടി വ്രതമെടുക്കുമ്പോൾ എല്ലാം മംഗളമായി തീരുന്നതാണ്. മിഥുനം രാശി. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ദാമ്പത്യ സൗഖ്യവും ഉണ്ടാകും. ക്ഷമിക്കുവാനും സഹിക്കുവാനുള്ള കഴിവ് ആർജിക്കുന്നത് വഴി സർവകാര്യ വിജയത്തിനും വഴിയൊരുക്കും. ഉന്നതരുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ അവസരം ലഭിക്കും. സുവ്യക്തമായ കർമ്മ പദ്ധതികൾക്ക് പണം മുടക്കും. വ്യവഹാരത്തിൽ വിജയമുണ്ടാകും. ഉപരിപഠനത്തിനനുസൃതമായ ഉദ്യോഗം ലഭിക്കുമെങ്കിലും
സാമ്പത്തിക ചുമതലകളും യാത്രാക്ലേശങ്ങളും വർദ്ധിക്കും. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ സമ്പന്നനാണെന്ന് തോന്നുന്ന വിധത്തിൽ ജീവിക്കുന്നതിൽ ആത്മാഭിമാനം തോന്നും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസം, വിവാഹം, ഉദ്യോഗം തുടങ്ങിയ വിഷയങ്ങൾക്കായി പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും ദേവാലയ ദർശനവും നടത്തുവാൻ ഇടവരും. പൂർവികർ അനുവർത്തിച്ചു വന്നിരുന്ന പ്രവർത്തനങ്ങൾ പിന്തുടരുവാൻ ഒരു ഉൾപ്രേരണയുണ്ടാകും. മാന്യതയോടുകൂടിയ പെരുമാറ്റ രീതി അവലംബിക്കുന്നതിനാൽ സർവകാര്യ വിജയം നേടും. യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ പലപ്പോഴും യുക്തമായ തീരുമാനങ്ങൾ സ്വീകരിക്കുവാൻ ഉപകരിക്കും. ഏക അഭിപ്രായത്തോടുകൂടി ദമ്പതികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടും. വിദഗ്ധ നിർദ്ദേശത്താൽ ഹ്രസ്വകാല സുരക്ഷാ പദ്ധതിയിൽ പണം നിക്ഷേപിക്കും. ആജ്ഞാനുവർത്തികളുടെ നിർദ്ദേശങ്ങൾ പലപ്പോഴും ദീർഘവീക്ഷണത്തോടു കൂടിയതിനാൽ സർവാത്മന സ്വീകരിക്കും. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നതിനായി രാശിനാഥനായ ശ്രീ ഗുരുവായൂരപ്പനെ, ശ്രീകൃഷ്ണസ്വാമിയെ, ശ്രീരാമസ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നത് മൂലം, ഭഗവാൻ ഒരു തുളസിമാലയൊക്കെ സമർപ്പിക്കുന്നത് മൂലം സൗഭാഗ്യങ്ങൾ നിലനിന്ന് കിട്ടും. അതോടൊപ്പം തന്നെ ഷഷ്ടിവ്രതമെടുത്ത് സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. കർക്കിടകക്കൂറ് ഉദ്യോഗത്തിന് പുറമെ ലാഭശതമാന വ്യവസ്ഥകളോടുകൂടിയ പ്രവർത്തനങ്ങൾ തുടങ്ങിവെക്കും. സ്തുത്യർഹമായ സേവനം അവതരിപ്പിക്കുവാൻ സാധിക്കും. മുൻകോപം നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. ആത്മാഭിമാനം സംരക്ഷിക്കുവാൻ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കും. കുടുങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങൾക്കും അനുകൂല സാഹചര്യവും വിജയവും വന്നു ചേരും. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കുന്നതിൽ ആത്മാഭിമാനം തോന്നും. ശുഭസൂചകങ്ങളായ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നതിനാൽ ആഹ്ലാദം അനുഭവിക്കാനാവും. സന്താനങ്ങളുടെ പഠന കാര്യങ്ങളിൽ ശുഭാപ്തി വിശ്വാസം വർദ്ധിക്കും. വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലെ ആരാധനാലയത്തിലെ ഉത്സവാഘോഷ കമ്മിറ്റികളിൽ പങ്കെടുക്കുവാൻ അവസരമുണ്ടാകും. ഭരണപാഠവും ശുഭാപ്തി വിശ്വാസം, ലക്ഷ്യബോധം, ഏകാഗ്രചിന്ത തുടങ്ങിയവ പ്രവർത്തന വിജയത്തിന് സഹായകമാകും. അതുപോലെ തന്നെ പുതിയ അവസരങ്ങൾ തന്നെ തേടിയെത്തും. നിർത്തിവെച്ച കർമ്മപദ്ധതികൾ പുനരാരംഭിക്കും. ആഗ്രഹിച്ച പോലെ സന്തതി സൗഭാഗ്യം വന്നു ചേരും. സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തും. മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുവാൻ സാധിക്കും. മാതാപിതാക്കളുടെ ആഗ്രഹമനുസരിച്ച് ജീവിതം നയിക്കുന്നതിനാൽ ചാരിതാർത്ഥ്യമുണ്ടാവും. പൊതുവേ പറഞ്ഞാൽ രാശിനാഥയായ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിച്ച് ഷഷ്ടിവ്രതമെടുക്കുമ്പോൾ, ശനിയാഴ്ചയായതുകൊണ്ട് ശിവഭഗവാനെ കൂടി പ്രാർത്ഥിച്ച് ശനീശ്വരന് ദീപമൊക്കെ തെളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി തീരുന്നതാണ്. ചിങ്ങം രാശി. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സങ്കീർണമായ പല പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം കണ്ടെത്തും. മികച്ച പ്രവർത്തനങ്ങൾ ചെയ്യുവാനായി ശ്രമിക്കുമ്പോൾ പലതരത്തിലുള്ള തടസ്സങ്ങളും വന്നു ചേരും. ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കുവാൻ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയോ അന്യ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനത്തെയോ ആശ്രയിക്കേണ്ടതായി വന്നേക്കാം. ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കുവാനും കുടുംബ ബന്ധങ്ങൾക്ക് അതൃപ്തി ഉണ്ടാകുവാനും സാഹചര്യം വന്നു ചേരും. അർഹമായ പൂർവിക സ്വത്ത് ലഭിക്കുവാൻ ഇടയാകും. പരിസരവാസികളുടെ നിരന്തരമുള്ള ഉപദ്രവത്താൽ വീട് മാറി താമസിക്കേണ്ടതായ സാഹചര്യം വന്നു ചേരും. ഉത്തരവാദിത്വമുള്ള സന്താനങ്ങൾക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകാൻ മാനസിക രോഗ വിദഗ്ധന്റെ സഹായം തേടേണ്ടതായി വരും. വിദഗ്ധ ചികിത്സകളാലും പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളാലും ജൂൺ മുതൽ ഈശ്വര പ്രാർത്ഥനകളാലും ഗർഭധാരണത്തിനുള്ള സാധ്യത വന്നു ചേരും. വിശ്രമ ജീവിതത്തിൽ സന്താന സൗഭാഗ്യത്തിന് യോഗം വന്നു ചേരുന്നു. നയതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ അപാകതകൾ വന്നു ചേരാം. അന്വേഷണ വിധേയനായി
ഉദ്യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതായ സാഹചര്യം വന്നു ചേരും. പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കും. ചിരകാലാഭീഷ്ടപ്രാപ്തിയായ വിദേശ ഉദ്യോഗം ലഭിക്കുമെങ്കിലും സാമ്പത്തിക നേട്ടം കുറയും. പ്രമുഖരുടെ ആപ്തവചനങ്ങൾ പലപ്പോഴും പ്രതിസന്ധികൾ തരണം ചെയ്യുവാനുള്ള യുക്തപരമായ തീരുമാനങ്ങൾ സ്വീകരിക്കുവാനും ഉപകരിക്കും. വ്യവസ്ഥകൾ പാലിക്കുവാൻ അശ്രാന്ത പരിശ്രമം ആവശ്യമായി വരും. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വന്നു ചേരുന്നതിനായി രാശിനാഥനായ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഷഷ്ടിവ്രതമെടുത്ത് സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും. മുരുക മുരുക എന്ന് 1008 തവണ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ മുരുക സ്തുതികളൊക്കെ ചൊല്ലുന്നത് ഉപാസനാബലം കൂട്ടുന്നതൊക്കെ നന്നായിരിക്കും. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സുദീർഘമായ ചർച്ചകളാൽ വിദേശ ബന്ധമുള്ള വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങുവാൻ തീരുമാനിക്കും. പഠിച്ചു വരുന്ന വിഷയം ഉപേക്ഷിച്ച് മറ്റൊരു പാഠ്യപദ്ധതി പഠിക്കുവാനും ശ്രമിക്കും. ഏറ്റെടുക്കുന്ന പ്രവൃത്തികളും വാഗ്ദാനങ്ങളും പാലിക്കുന്നതിനായി ശ്രമിക്കും. ഭൗതിക ജീവിതത്തിൽ വാതനാഡീ രോഗങ്ങൾക്ക് ആയുർവേദ ചികിത്സയെ ആശ്രയിക്കേണ്ടതായി വരും. നിരവധി ആശയങ്ങൾ ചിന്താമണ്ഡലത്തിൽ ഉദിക്കുമെങ്കിലും ഒന്നും തൃപ്തിയാകാത്ത വിധത്തിൽ ഫലപ്രാപ്തിയിൽ എത്താതെ വരും. ഒരു പരിധിയിലധികം പണം മുടക്കിയുള്ള പ്രവൃത്തിയിൽ നിന്നും പിന്മാറുന്നതാണ് നല്ലത്. ഓഹരി വിപണിയിൽ നിന്നുപോലും വിട്ടുനിൽക്കുന്നത് നന്നായിരിക്കും. സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും വേണം. മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിക്കുന്നതിനാൽ ആത്മസംതൃപ്തി തോന്നും. ചിന്താമണ്ഡലത്തിൽ ഒതുങ്ങാത്ത വിഷയങ്ങൾ ഉപേക്ഷിക്കേണ്ടതായി വരും. പക്ഷഭേദമില്ലാതെയുള്ള പ്രവർത്തനങ്ങൾ ഏറെക്കുറെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കും. വിഭവ സമാഹരണ യജ്ഞത്തിന് അന്തിമ നിമിഷത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും. അപര്യാപ്തതകൾ മനസ്സിലാക്കി സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറായ ജീവിത പങ്കാളിയോട് ആദരവ് തോന്നും. ധൈര്യക്കുറവിനാൽ പലപ്പോഴും ആവശ്യമുള്ള വസ്തുതകൾ അവതരിപ്പിക്കുവാൻ മടി കാണിക്കും. ഇതൊക്കെ ആ മടിയെല്ലാം മാറ്റി കാര്യങ്ങൾ തുറന്നു പറയാനുള്ള സാഹചര്യം വന്നു ചേരുമ്പോൾ അത് മറക്കാതെ ചെയ്യുക. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തിക്കൊണ്ടുപോകാൻ ജഗദീശ്വരയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മുരുകനെ പ്രാർത്ഥിക്കാൻ മറക്കാതിരിക്കുക. സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹത്താൽ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. ശ്രമകരമായ പ്രവർത്തനങ്ങളെല്ലാം വിജയപഥത്തിൽ എത്തിക്കുവാൻ സാധിക്കും. മികച്ച ശ്രമകരമായ നിലപാടിൽ നിന്നും ഒഴിഞ്ഞുമാറി യുക്തിപൂർവം ചിന്തിക്കേണ്ടതായി വരും. അശരണർക്കും അനാഥർക്കും അന്നം, വസ്ത്രം, ആഭരണങ്ങൾ ഇവയൊക്കെ നൽകുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായ നിരവധി പേർ സമയബന്ധിതമായി ഉള്ള പെരുമാറ്റത്താൽ രക്ഷപ്പെടും. ആജ്ഞാനുവൃത്തികളുടെ നിർദ്ദേശങ്ങൾ യാഥാർത്ഥ്യമോ എന്ന് പുനഃപരിശോധിക്കാനുള്ള സാഹചര്യം വന്നു ചേരും. ദീർഘവീക്ഷണത്തോടുകൂടി യുക്തമായ തീരുമാനങ്ങൾ വളർത്തിയെടുക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. മറ്റുള്ളവരുടെ വഞ്ചനയിൽ അകപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉയരങ്ങൾ പിടിച്ചെടുക്കുവാനുള്ള ശ്രമത്തിൽ ഉപകാരം ചെയ്തവരെ ചവിട്ടിത്തേക്കരുത്. സഹോദര സഹായ ഗുണങ്ങൾ നിലനിൽപ്പിന് അവസരമുണ്ടാക്കും. രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സർവ ഐശ്വര്യങ്ങളും നിലനിന്ന് കിട്ടുവാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസിച്ചു കൊള്ളുന്നു. ഷഷ്ടിവ്രതമെടുത്ത് മുരുകനെ പ്രാർത്ഥിക്കുന്നതും നന്നായിരിക്കും. വൃശ്ചിക രാശി. വർദ്ധിച്ചു വരുന്ന അധികാരപരിധി ഏറ്റെടുക്കുവാനുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയില്ല. അസുഖാവസ്ഥയിലായ മാതാപിതാക്കളെ ഒരുമിച്ച് നിർത്തി താമസിപ്പിക്കുവാൻ ശ്രമിക്കും. അന്യദേശത്തേക്ക് കൊണ്ടുപോകുവാനുള്ള ശ്രമവും നടത്തും. വർദ്ധിച്ചു വരുന്ന അധികാരപരിധി ഏറ്റെടുക്കുക നിമിത്തം പ്രവർത്തനങ്ങളെ ഒഴിവാക്കേണ്ടതായി വരും. നീതിപൂർവമുള്ള സമാപനത്താൽ ഏർപ്പെടുത്ത കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കപ്പെടും. വേണ്ടപ്പെട്ടവരുടെ വിഷമാവസ്ഥകൾക്ക്
ശാശ്വത നിർദ്ദേശം നൽകുവാൻ സഹായിക്കുന്നതിനാൽ ശ്രമങ്ങൾ വിജയിക്കും. കഴിയുന്നതും ആഗ്രഹ സാഫല്യങ്ങൾ ആത്മനിർവൃതി ഉണ്ടാക്കും. ആത്മവിശ്വാസവും കാര്യനിർവഹണ ശക്തിയും വർദ്ധിക്കും. ഉന്മേഷവും ഉത്സാഹവും വർദ്ധിക്കും. വിദൂര വാഹനത്തിന് അവസരം ലഭിക്കും. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുവാൻ സാധിക്കും. ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങും. ക്രിയാശക്തികൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതെല്ലാം ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്നതിന് സഹായിക്കും. അടിസ്ഥാന സൗകര്യങ്ങൾ നടപ്പിലാക്കിയ മേലധികാരികളോട് ആദരവ് തോന്നും. ദമ്പതികൾക്ക് ഒരുമിച്ച് ജോലി ചെയ്യുവാനുള്ള അവസരം ഉണ്ടാക്കിക്കൊടുക്കും. ഉദ്യോഗ മാറ്റത്തിലൂടെ സൗഭാഗ്യം മുറിഞ്ഞു പോകുന്നതാണ്. എല്ലാ സൗഭാഗ്യങ്ങളും ഒരേപോലെ വരുവാൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ രൂപീകരിക്കും. ആഗ്രഹ സാഫല്യം കൊണ്ട് എല്ലാ കാര്യങ്ങളും അനുകൂലമാക്കി തീരുവാൻ സഹായിക്കും. ആത്മവിശ്വാസവും കാര്യനിർവഹണ ശക്തിയും ഉത്സാഹവും ഉന്മേഷവും വർദ്ധിപ്പിക്കും. വിദൂര പഠനത്തിലുള്ള അവസരം ലഭിക്കും. സമൂഹത്തിൽ ഉന്നതരുമായുള്ള സൗഹൃദ ബന്ധം എല്ലാവിധ സൗഭാഗ്യങ്ങളും വഴിതെളിക്കുന്നതിന് സഹായകമാകും. എല്ലാ നന്മകളും അനുഭവിക്കാൻ രാശിനാഥയായ ഭദ്രകാളി അമ്മയോടൊപ്പം തന്നെ ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിച്ച് മഹാവിഷ്ണു ഭഗവാന് ഒരു തുളസിമാലയൊക്കെ ചാർത്തുന്നത് നന്നായിരിക്കും. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്രിയ സത്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ മനസ്സ് വേദനിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സഫലമാകും. വൈവിധ്യങ്ങളായ വിഷയങ്ങളിൽ പ്രവർത്തിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതിൽ ആത്മാഭിമാനം തോന്നും. അന്യരുടെ പണവും സ്വത്തും സ്വന്തം ആശയവും സമന്വയിപ്പിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തിയിലെത്തും. സ്വതസിദ്ധമായ ശൈലി പലർക്കും മാതൃകാപരമായി എന്നറിയുന്നതിൽ സന്തോഷം തോന്നും. കായിക രംഗങ്ങളിൽ വിജയസാധ്യത പ്രദർശിപ്പിക്കും. ഇന്റർവ്യൂകളിലും പരീക്ഷകളിലും ഉന്നത വിജയം തന്നെ നേടാവുന്നതാണ്. ജാതി ഭേദമില്ലാതെ പ്രവർത്തിക്കുവാൻ പൊതുജന പ്രീതി നേടും. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വരുവാൻ രാശിനേതനായ മഹാലക്ഷ്മിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹത്താൽ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും. സന്തതികളുടെ വിവാഹ കാര്യത്തിലും ഷഷ്ഠിവ്രതമെടുക്കുന്നത് ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതിന് സഹായകമാകും. എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വന്നു ചേരട്ടെ. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കലാകാരന്മാർക്ക് അപ്രതീക്ഷിതമായ അവസരങ്ങൾ വന്നു ചേരും. കിട്ടുന്ന അവസരങ്ങൾ പരിപൂർണമായി പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കണം. അതുവഴി പണവും പ്രശസ്തിയും ലഭിക്കും. ദൂരദേശത്തുള്ളവരിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കും. സ്വന്തം സഹോദരന്മാരിൽ നിന്ന് പോലും അനുകൂലമായ സഹകരണം പ്രതീക്ഷിക്കാം. സർക്കാർ സർവീസിൽ നിന്നും പിരിയുന്നതിന് മുമ്പേ VRS എടുത്ത് പിരിയണമോ എന്ന് ആലോചിക്കും. അതിനുള്ള പ്രോജക്റ്റുകളൊക്കെ തയ്യാറാക്കുകയും ചെയ്യും. ജീവിതത്തിൽ എല്ലാ രംഗങ്ങളിലും പുരോഗതി ഉണ്ടാകുവാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നതാണ്. ഉദ്യോഗസ്ഥന്മാർ മേലധികാരികളുടെ പ്രശംസയ്ക്ക് പാത്രീഭവിക്കും. കുടുംബകാര്യങ്ങളിൽ നേരത്തേക്കാൾ, അതായത് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ശ്രദ്ധ പതിപ്പിക്കുന്നതാണ്. സന്താനങ്ങളുടെയും സഹോദരങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ശ്രേയസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കും. പൂർത്തിയാകാതെ കിടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നതിനുള്ള ശ്രമവും തുടങ്ങും. തൻ്റെ വസ്തുവകകൾ രേഖാമൂലം ആക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യും. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന പലതും നേടിയെടുക്കാനുള്ള ഒരു ശ്രമം നടത്തും. കാലോചിതമായ മാറ്റങ്ങൾ പ്രവർത്തന തലങ്ങളിൽ പ്രാബല്യത്തിൽ വരുത്തുവാനായി തയ്യാറാവുകയും ചുമതലകൾ വർദ്ധിക്കുന്ന വിഭാഗത്തിലേക്ക് തൊഴിൽ മാറ്റത്തിനും അപേക്ഷ സമർപ്പിക്കും.
എല്ലാ കാര്യങ്ങളും മംഗളമായി നടത്തിത്തരുവാൻ രാശിനാഥനായ വിഷ്ണുമായ സ്വാമി, ചത്തുൻ സ്വാമി, ധർമ്മശാസ്താവ്, ആഞ്ജനേയ സ്വാമി, ശനീശ്വരൻ തുടങ്ങിയവരോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ സൂര്യഭഗവാനെയും പ്രാർത്ഥിച്ച് ഓം നമ ശിവായ ജപിച്ച് ഉപാസനാ ബലം കൂട്ടി ഉപാസനാമൂർത്തികൾക്ക് നിവേദ്യമൊക്കെ കൊടുത്ത് അവരുടെ അനുഗ്രഹം തേടുന്നത് എല്ലാ കാര്യങ്ങളും മംഗളമാക്കി തരുന്നതിന് സഹായകമാകും. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഷ്ടതകൾ ധാരാളമായി അനുഭവിക്കേണ്ട ഒരു സാഹചര്യമാണ്. നല്ല രീതിയിൽ ഈശ്വരാധീനമുള്ളത് കൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള മാർഗം കണ്ടെത്തും. വ്യാഴത്തിൻ്റെ ആനുകൂല്യമുള്ളത് കൊണ്ട് നല്ല കാര്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളും തെളിഞ്ഞു വരുന്നുണ്ട്. സൗഹൃദങ്ങൾ, കുടുംബ ബന്ധങ്ങൾ എന്നിവിടങ്ങളിൽ ശൈഥില്യം വരാതിരിക്കാൻ വേണ്ടതായ മുൻകരുതലുകൾ എടുക്കണം. കുടുംബ ബന്ധങ്ങൾ തകരാതിരിക്കാൻ പ്രത്യേകം കരുതുക. ചെറിയ കുട്ടികൾക്ക് കഫസംബന്ധമായ അസുഖങ്ങൾ വരുന്നതിന് സാധ്യത കാണുന്നു. വിദേശത്ത് തൊഴിൽ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ ധാരാളമാണ്. പതുക്കെയാണെങ്കിലും കരകയറുമ്പോൾ വിഷമം വരുന്ന നക്ഷത്രമാണ്. അപ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ച് മുന്നോട്ട് പോകുവാൻ ഈ നക്ഷത്രക്കാർക്ക് കഴിയും. അതുകൊണ്ട് തന്നെ നക്ഷത്രങ്ങളുടെ സഹായത്തോടു കൂടി രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയുടെ അധികാരത്തോടെ എല്ലാ സിദ്ധിയും എല്ലാ ഉപാസനയും പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുകയും അതുവഴി വിജയസാധ്യത ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഏത് മൂർത്തിയെയും നമുക്ക് ഉപാസനയായി സ്വീകരിക്കാം. ഉപാസന ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട്, ചുവപ്പോ കരിനീലയോ ഒക്കെ വസ്ത്രം ധരിച്ച് പ്രാർത്ഥനകൾ ചെയ്യുന്നത് വഴി ഗുണനിലവാരം വർദ്ധിക്കും. അതുവഴി സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മാറി സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വരട്ടെ. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശിവക്ഷേത്ര ദർശനം നടത്തുന്നതിനുള്ള യോഗം കാണുന്നു. അതുപോലെ തന്നെ ധനവിനിയോഗം വളരെ ശ്രദ്ധാപൂർവം നടത്തുന്നത് നന്നായിരിക്കും. വിശ്വാസവഞ്ചനകൾ വരുവാനുള്ള സാധ്യതയുണ്ട്. വാക്കുകൾ പാലിക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നതിന് കാരണമാകാം. കണ്ണുകളിൽ രോഗങ്ങൾ ഉണ്ടെങ്കിലും അത് അധികരിക്കുവാനാണ് ശ്രമിക്കുക. ഭക്ഷ്യവിഷബാധ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വാതജന്യ രോഗങ്ങളെയും ഭയക്കേണ്ടതുണ്ട്. പ്രമേഹ സംബന്ധിയായ രോഗങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അവകാശപ്പെട്ട ഭൂമി, ആഭരണം കൈകാര്യം ചെയ്യുന്നതിനുള്ള മാർഗം തെളിച്ചു തരുന്നതാണ്. ഗ്രഹനിർമ്മാണ സാധ്യതകൾ കാണുന്നുണ്ട്. പാരമ്പര്യമായി കിട്ടിയ വസ്തുക്കൾ കൈവശം വരുവാൻ സാധിക്കുന്നു. ഇതെല്ലാ പ്രതിസന്ധികളെയും ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ രാശിനാഥനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്നത് നന്നായിരിക്കും. എല്ലാവിധ സൗഭാഗ്യങ്ങളും ഈ ശനിയാഴ്ച ദിവസം അനുഭവയോഗ്യമാകട്ടെ എന്ന് നമുക്ക് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാം. ഷഷ്ഠി വ്രതത്തിലൂടെ, ശനിയാഴ്ച വ്രതത്തിലൂടെ, വെള്ളിയാഴ്ച എല്ലാ സൗകര്യങ്ങളും അനുഭവത്തിൽ വന്നു ചേരും. എല്ലാം ശുഭ പര്യവസാനിയായി തീരുവാൻ ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. 27 നക്ഷത്രക്കാർക്കും അവർ ആഗ്രഹിച്ചിരിച്ച രീതിയിലുള്ള എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.